നമഃ. കള്ളായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഏകാദശിയോടനുബന്ധിച്ച് ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 15ാമത്തെ അധ്യായം പാരായണം സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഓം. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തോടുകൂടി പാരായണം. ഓരോ അധ്യായം മാത്രം പാരായണം ചെയ്ത് സമയക്കുറവ് കൊണ്ടാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീത 15ാമത്തെ അധ്യായം ധ്യാന ശ്ലോകത്തോടുകൂടി. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീ. നമോസ്തുതേ വാസവിശാലബുദ്ധേ ഉല്ലാരവിന്ദായക പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതതുലേ നമഃ. സർവോപനിഷദോ ഗാവോ ലോകാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാകലു പാണ്ഡവൈരണനദി കൈവർത്തകേശവ പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനഃ ശ്രേയസി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ ശൃണ്വന്തി ദിവ്യൈസ്തവേ വേദൈ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാ ധ്യാനാവർത്തിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത 15ാമത്തെ അധ്യായം. ഓം തത്സത്. പുരുഷോത്തമ യോഗത്തിനാണ് 15ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 15ാധ്യായ പുരുഷോത്തമ യോഗ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. അധശ്ചോർധ്വം പുരസ്തസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാ അധശ്ച മൂലന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. രൂപമസ്യേഹ തഥോപലഭ്യതേ യാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠിതാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. പദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവൃത്തന്തി ഭൂയാ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസുതാ പുരാണി. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാ ദ്വന്ദ്വേ വിമുക്ത സുഖദുഃഖസപ്തേ
गच्छन्त्यमूढा पदं व्ययं तत् न तद्भासयते सूर्यो न शशांशो शशाङ्को न पावका यद्गत्वा न निवर्तन्ते तद्धाम परमं मम ममैवांशो जीवलोके जीवभूतः सनातन मनःषष्ठानीन्द्रियाणि प्रकृतिस्थानि कर्षति शरीरं यदवाप्नोति यच्चाप्युत्कामदीश्वर गृहीतैतानि संयाति वायुर्गन्धानि वाशयात् श्रोत्रं चक्षुस्पर्शनं च रसनं घ्राणमेव च अधिष्ठाय मनस्सायं विषयानुपसेवते उत्क्रामन्तं स्थितं वापि भुञ्जानं वा गुणान्वितं विमूढानानुपश्यन्ति पश्यन्ति ज्ञानचक्षुषा यदन्तो योगिनश्चैनं पश्यन्त्यात्मन्यवस्थितं यदन्तोऽप्यकृतात्मानो नैनं पश्यन्त्य चेतसा यदादित्यगतं तेजो जगद्भासयदेखिलं यच्चन्द्रमसि यच्चाग्नौ तत्तेजो विद्धि मामकम् गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामित्यौषधी सर्वा सोमो भूत्वा रसात्मका अहं वैश्वानरो भूत्वा प्राणिनं देहमाश्रिता प्राणापानसमायुक्ता पचाम्यन्नं च दुर्विधम् सर्वस्य जागं प्रतिसन्निविष्टो मद्वत्प्रतिज्ञानमपोहनं च वेदैश्च सर्वैरहमेव वेद्यो वेदान्त ऋग्वेदविदेव चाहम् दाविमो पुरुषो लोके क्षरश्चाक्षर एव च क्षरः सर्वाणि भूतानि कूटस्थोऽक्षर उच्यते उत्तमपुरुषस्त्वन्य परमात्मेत्युदाहृता यो लोकत्रयमाविश्य विभक्तव्ये ईश्वरा यस्माच्छरमदीदोऽहम् अक्षरादबिजोत्तम अदोऽस्मि लोके वेदे च प्रथितः पुरुषोत्तम यो मामेव सम्मूढो जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतद्बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय ॐ ശ്രീകൃഷ്ണപരമാത്മനേ നമഃ ഓം തത്സത് ശ്രീ വിഷ്ണു ഭുജംഗപ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണ ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ് ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗപ്രയാഗം ഓം തത്സത് വിദർശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം ഓംകാരഗമ്യം ഗുണാതീതം അവ്യക്തം